ദീർഘമായി സംസാരിക്കാനുള്ള സമയമല്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ഒന്ന്, ഇങ്ങനെ ഒരു കെട്ടുകിടന്ന് ഈ പോളിടെക്നിക് ഓഡിറ്റോറിയം തന്നെ തെരഞ്ഞെടുത്ത് ഇതിനു മുമ്പ് പലപ്പോഴും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതെങ്കിലും വലിയ ഹോട്ടലാണ്. പലപ്പോഴും ആ പഴയ ഓർമ്മകൾ പൂർണ്ണമായും അയവർക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ആസ്വദിക്കുന്നതിനും ആ ഹോട്ടലിൻ്റെ അന്തരീക്ഷം സഹായകരമല്ല. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വീണ്ടും കാണണമെന്ന് തോന്നിയാൽ നിശ്ചയമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ ഈ മാറ്റിയോടെ തന്നെ തിരഞ്ഞെടുക്കുക. രണ്ട്, ഇത്രയും അധ്യാപകരെയും നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങൾ കണ്ടുപിടിച്ച് അവരിവിടെ എത്തിച്ച ആ സാഹസിക ഉദ്യമം ഇത്രയും വിജയിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോട് വളരെ നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ പഴയ സഹപ്രവർത്തകർ പ്രിൻസിപ്പൽ രാഘവൻ സാർ, അന്നത്തെ മെക്കാനിക്സിൻ്റെ മാധവൻ സാറ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആർ സാറ്, ഇവരെയൊക്കെ കാണണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നതാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും നിങ്ങൾ എനിക്കതിനൊരു ഭാഗ്യം, ഒരു സന്ദർഭം ഒരുക്കിത്തന്നു. അതെൻ്റെ സംഘാടകരോട് നന്ദിയുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്ന കാലത്ത് ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു 40-50 വർഷം കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കും. വെറും ഒരു ഇമാജിനേഷൻ. നാട്ടിൽ നിന്ന് ട്രെയിനിൽ വരുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ഒരു ലൈനിന് പകരം 2-3 ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കൽ ഭാവിയിൽ കണ്ട ഒരു ചിത്രം ഇപ്പോഴെൻ്റെ മുമ്പിൽ കാണാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അതിനും നിങ്ങളോട് നന്ദി പറയുന്നു. വീണ്ടും ഇതുപോലെ ഒരു ചുറ്റുപാടിൽ നമുക്ക് വീണ്ടും കാണാൻ ഒരു ഭാഗ്യം ജഗീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചിലാണ്. പിന്നെ ഞാൻ ഇത് കോളേജ് പാസ്സായ ശേഷം നേരെ കേരള സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഒരു 15 വർഷം വർക്ക് ചെയ്തു. DRS കിട്ടി വീട്ടിലേക്ക് പോയി. എൻ്റെ വീട് കൂത്താത്തോളം. ശരി. എൻ്റെ പേര് സുരേന്ദ്രൻ, UN സുരേന്ദ്രൻ. 74-77 പീരീഡിൽ ഓൾഡ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ബ്രാഞ്ച്. 80-ൽ കെൽട്രോണിൽ ജോലി കിട്ടി. 2004-ൽ കെൽട്രോണിൽ DRS എടുത്തു. ഇപ്പോൾ സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്ഥാപനം നടത്തുന്നു. എനിക്ക് ഭാര്യ ജി ബിന്ദു, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. 2 കുട്ടികളാണ്. മൂത്തവർ പെൺകുട്ടി, കല്യാണം കഴിഞ്ഞു, M.Tech കഴിഞ്ഞു. മോന് MS-ന് ചെന്നൈയിൽ പഠിക്കുന്നു, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത്രയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. എൻ്റെ പേര് KR രാജേന്ദ്ര ബാബു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞ് കെൽട്രോണിൽ ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം CET-ന്ന് B.Tech എടുത്തു. 2014-ൽ DGM ആയിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഒരു IT എനേബിൾഡ് സർവീസ് ഫേമിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ പേര് രമേശൻ. ഞാൻ 78-ൽ ഡിപ്ലോമ പാസ്സായതിനു ശേഷം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് 80-ൽ തന്നെ PWD-യിൽ സർവീസിൽ പ്രവേശിച്ചു. അതിനുശേഷം 2014-ൽ PWD-യിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടാണ് റിട്ടയർ ചെയ്തത്. 3 കുട്ടികളാണ്. മകൻ ഈ പോളിടെക്നിക്കിൽ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പഠിച്ചതിന് ശേഷം B.Tech-ന് പഠിച്ചിരുന്നു. മകൾ ഇപ്പോൾ കോഴിക്കോട് കോളേജിൽ സിവിലിന് പഠിക്കുന്നുണ്ട്. ഒരു മകൻ കാഞ്ഞങ്ങാട് സിവിൽ എഞ്ചിനീയറിംഗിന് പഠിച്ചു. ഞാൻ രാമകൃഷ്ണൻ. 74-77 സിവിൽ എഞ്ചിനീയറിംഗ് ബാച്ചിലൂടെ പഠിച്ചത്. അത് കഴിഞ്ഞ്
ഹൈദരാബാദിൽ പോയിട്ട് അവിടുത്തെ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിലായിരുന്നു ഒരു 6 വർഷം. അതിനുശേഷം പിന്നെ ONGC ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ആയി. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിടെക് പഠിക്കാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ONGCയിലെ ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർഡായി. എൻ്റെ സ്വദേശം പാലക്കാടാണ്. 2 പെൺകുട്ടികൾ ഒക്കെ സെറ്റിലായിരിക്കുന്നു. പിന്നെ ഈ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നുള്ള ഈ അനുഗ്രഹം കിട്ടാനുള്ളത് ജീവിതത്തിലെ ഏറ്റവും ഒരു മഹാഭാഗ്യം. അതിന് ഈശ്വരനോട് വളരെയേറെ നന്ദി പ്രകടിപ്പിക്കുന്നു ഈ അവസരം. എൻ്റെ പേര് അബ്ദുൽ അസീസ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നായിരുന്നു. ഞാൻ സിവിലായിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ 1982 വരെ എറണാകുളത്ത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ സിവിൽ ആൻഡ് ആർക്കിടെക്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ സൗദിയിൽ പോയി. സൗദിയിലെ ഏറ്റവും വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് സൗദി ബില്ലാദിൻ ഗ്രൂപ്പ്. അതിനകത്ത് സിയാന്റെ സിവിൽ ആൻഡ് ആർക്കിടെക്ചറലിലെ ഒരു സെക്ഷന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. 4 മക്കള്. ഒരാൾ എഞ്ചിനീയറാണ്, 2 പേര് എഞ്ചിനീയറാണ്. ഒരാൾ MBBS കഴിഞ്ഞ് PG ചെയ്യുന്നു. മകള് MBA ആണ്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. 3 പേരക്കുട്ടികളുണ്ട്. ഞാൻ ചന്ദ്രു, സ്ഥലം തിരുവനന്തപുരത്താണ്. 74-77 ബാച്ചിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ശ്രമിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. പഠിക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല, ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കൊടുത്തില്ല വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ ഗൾഫിലെത്തി. അവിടെ ഒരു റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഒരു എൻഎൽസിയിൽ സീനിയർ ബാങ്കറായിട്ട് 36 വർഷം ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഇപ്പോൾ റിട്ടയറായി വന്നിരിക്കുന്നു. ഭാര്യ ലത, മകൾ ശ്യാമ എഞ്ചിനീയറാണ്, ബയോ ടെക്നോളജി എഞ്ചിനീയറാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല, പക്ഷേ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ തോമസ്, കട്ടപ്പന തോമസ് എന്നാണ് പറയുക. ഞാൻ ഇവിടുന്ന് 77 പാസ്സായി 78 ചെന്ന് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോയിൻ ചെയ്തു. അവിടെ 35 വർഷത്തെ സേവനത്തിന് ശേഷം 2012 റിട്ടയറായിട്ട് അവിടെ കോട്ടയത്ത് വന്ന് താമസം തുടങ്ങി. എൻ്റെ 2 മക്കളാണ്. ഒരാൾ MTech സ്ട്രക്ചറൽ എഞ്ചിനീയറും ഒരാൾ MTech ബയോടെക്നോളജിയാണ്. അവർ മോൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്നു, മോള് കൂടെ ഉണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ കോട്ടയത്താണ് ഞങ്ങൾ. ഇവിടെ 75-78 ബാച്ചിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. 78 തന്നെ ഇവിടുന്ന് പോയൊരു പ്ലേസ്മെന്റ് ആൻഡ് ഗൈഡൻസ് സെല്ലിൻ്റെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് ഇൻസ്ട്രുമെന്റേഷൻ ഞാൻ ജോയിൻ ചെയ്യുകയും അവിടെ 2006 വരെ ഇൻസ്ട്രുമെന്റേഷൻ വർക്ക് ചെയ്തു. അതിനുശേഷം മാളയിൽ ഒരു KSP എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനി, അവിടേക്ക് ജോലി കിട്ടി നമ്മൾ മാറുകയും ചെയ്തു. 2 മക്കളും സുഖമായി ജീവിക്കുന്നു. ഒരു പേരക്കിടാവുണ്ട്. എല്ലാവരും സുഖമായിരുന്നു. സുധാകരൻ, 78 ബാച്ച് സിവില്. തിരുവനന്തപുരത്ത് നിന്ന് 33 വർഷം സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്തു. എൻ്റെ പേര് രഘുനാഥ് ആണ്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിനാണ്. ഞാൻ 75-78 ബാച്ച് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി. അതിനുശേഷം 1981 മിലിറ്ററി സർവീസിൽ ജോലി കിട്ടി. ഇപ്പോൾ 2016 മെയ്യിൽ ഞാൻ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിൽ റിട്ടയർ ആയി. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരു മോനും ഒരു മോളും. 2 പേരുടെ മാരേജ് കഴിഞ്ഞു. മോൻ ആർമിയിലെ മേജറാണ്, മോള് TCSലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പേരക്കുട്ടികളുണ്ട്. ഭാര്യ മേഖല. സന്തോഷമായിരുന്നു. എൻ്റെ പേര് എബ്രഹാം സ്കറിയ, 74-77 ബാച്ച് കെമിക്കൽ. ബിഗ് സല്യൂട്ട് ടു എല്ലാവരും അധ്യാപകർക്കും, എക്സ്പെഷ്യലി സാറാണ്. കാരണം അന്നത്തെ സംഭവബഹുലമായ കാര്യങ്ങൾ സാറ് വളരെയധികം ഇവിടെ പ്രതിപാദിച്ചു. അവരെ ഹൃദയം തുറന്നാണ് സംസാരിച്ചത്. എനിക്ക് അതിൽ അന്നൊക്കെ ഉള്ള ധാരണകൾ വളരെയധികം മാറി കിട്ടാൻ സഹായിച്ചു. ഞാൻ എന്നെ കൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വർക്കിംഗ് ഫീൽഡ് ഒരു വർഷം KSL വർക്ക് ചെയ്തു, 4 വർഷം കുറ്റിപ്പുറത്ത് വർക്ക് ചെയ്തു, കുറ്റിപ്പുറം KSTC വർക്ക് ചെയ്തു. പിന്നെ അമ്പലമോടടുത്ത് കരിമൂളിൽ ഒരു കാർബൺ ബ്ലാക്ക് ഫാക്ടറി ഉണ്ട്, അവിടെ 26 വർഷം വർക്ക് ചെയ്തു. പ്രൊഡക്ഷൻ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. 2 കുട്ടികൾ, ഒരാൾ PDS, ഒരാൾ എഞ്ചിനീയറാണ്, ദുബായിലാണ്.
ഞാൻ വീടുകളിൽ വർക്ക് ചെയ്ത് ഇത്രയും കാലം 2 മക്കളെ ഉണ്ടാകുന്ന. ഞാൻ സത്യൻ മൂവാറ്റുപുഴയാണ് ദേശം. 74-77 ബാച്ച്, അതിനുശേഷം 78 ഞാൻ ബോംബെയിൽ ചെന്നുപെട്ടു. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോയിൻ ചെയ്തു. ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറൊക്കെ വർക്ക് ചെയ്യുന്നു. മെയ് മാസം, ഈ അടുത്ത മെയ്യിൽ റിട്ടയർ ആകും. 2 പെൺമക്കളാണുള്ളത്. സുഖമായി. താങ്ക് യു. എൻ്റെ പേര് പോൾസൺ, പെരുമ്പാവൂർ വരുന്നു. മെക്കാനിക്കൽ ഡിപ്ലോമയാണ്. ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് നോക്കിയില്ല, ഞാൻ ഇൻഡസ്ട്രി നടത്തു വന്നു. എൻ്റെ പേര് രാജൻ. 76, 77, 78 കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ചു. 78 തന്നെ പാസ്സായി. അപ്പോൾ തന്നെ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തു. ഇവിടെ നിന്ന് നടന്നു പോയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. പിറ്റേ താഴ്ച തന്നെ എംപ്ലോയ്മെൻറ്റിലൂടെ ജോലി കിട്ടി. പിന്നെ തിരിച്ചിട്ടില്ല. അവിടുന്ന് കണ്ടിന്യൂസ് സർവീസായി. 81 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ ഫോറസ്റ്ററിൽ ജോലി കയറി. ഇപ്പോൾ 2013 അസിസ്റ്റന്റ് റിട്ടയർ ചെയ്തു. 3 കുട്ടികളാണ്. 3 പേരും കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരാൾ അസിസ്റ്റന്റ് ജോലി ചെയ്യുന്നുണ്ട്. മറ്റാൾ വീട്ടൊക്കെ പഠിക്കാൻ 2 പേര്. ഞാൻ പ്രഭാകരൻ, വടകരയുടെ വീട് 78 സിവിലിന് വെച്ചാണ്. പിടികൂടി പിരമിഡ് ദാസനായിട്ടേലും ഒരു മകളുണ്ട്, ആരോഗ്യ ഡോക്ടറാണ്. എൻ്റെ പേര് മോഹൻദാസ്, 78 ബാച്ച്. ആദ്യമായിട്ട് എൻ്റെ ഗുരുക്കന്മാരുടെ ഉത്പാദനം നമസ്കരിക്കുന്നു. ഞാൻ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം 3 വർഷം താൽക്കാലികമായിട്ട് റെയിൽവേയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് MES പോയി 2015 റിട്ടയർ ആയി. എനിക്ക് 3 മക്കളാണ്. 2 ആൺകുട്ടികളും 1 മകൾ. ആൺകുട്ടി മൂത്തവൻ യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്നു, രണ്ടാമത്തൻ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്നു. 3 എല്ലാം കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞിരിക്കുന്നു. സുഖമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. ഗുരുക്കന്മാരെ അറിഞ്ഞുകൊണ്ട് സുഖമായിട്ട്. എൻ്റെ പേര് സുഗുണൻ, അക്കോളിയാണ് സ്വദേശം. 78 ഡിപ്ലോമ കഴിഞ്ഞതോടുകൂടി നാഷണൽ തെർമൽ കോർപ്പറേഷനിൽ ജോലി ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞ ശേഷം അവിടെ റിട്ടയർ ചെയ്ത് 12 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ഇപ്പോൾ ബിസിനസ്സാണ്. എൻ്റെ പേര് മോഹനൻ, വടകരയാണ്. ഞാൻ സ്വന്തമായിട്ട് ഒരു ഫേം, കൺസൾട്ടിങ് ഫേം നടത്തുകയാണ്. മോഹനൻ്റെ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അന്ന് മുതൽ കോടി കഴിഞ്ഞതിന് ശേഷം 4 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് തിരിച്ചു വന്ന് സ്വന്തമായിട്ട് തന്നെ ഫേം തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ആർക്കിടെക്റ്റാണ്, മകളും ആർക്കിടെക്റ്റാണ്. മകൻ കാലിക്കറ്റിൽ VM ആർക്കിടെക്ട്സ് എന്ന പേരിൽ സ്ഥാപനം നടത്തുന്നു. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എൻ്റെ പേര് ബാലകൃഷ്ണൻ. ഞാൻ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൽ 77 പാസ്സായിട്ടുണ്ട്. 77 പാസ്സായ ശേഷം 78 എയർഫോഴ്സിൽ പോയി ജോയിൻ ചെയ്തു. അവിടെ റഡാർ എഞ്ചിനീയറിംഗിൽ. അവിടെ 15 വർഷം പല സ്ഥലത്തായിട്ട് ചെയ്ത് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം തിരിച്ചു വന്ന് ഓൾ ഇന്ത്യ റേഡിയോയിൽ കുറച്ച് വർക്ക് ചെയ്തു. കൻറ ബാങ്കിലും കുറച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഓപ്പറേഷൻ ഇൻചാർജായിട്ട് വർക്ക് ചെയ്തു 12 കൊല്ലം. അതിനുശേഷം ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കൺസ്ട്രക്ഷൻ്റെ പ്രൊജക്ട് മാനേജറായിട്ട് വന്നു. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പ്രൊജക്ട് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഇൻചാർജായിട്ട് പോയി. അത് കഴിഞ്ഞ ശേഷം ഇസ്താംബുൾ തുർക്കി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പ്രൊജക്ട് മാനേജറായിട്ട് കമ്മ്യൂണിക്കേഷൻ IT റഡാറിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇൻചാർജായിട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് LNDയിൽ ജോയിൻ ചെയ്തു. LNDയിൽ നിന്ന് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കൺകോഴ്സ് ഫോർ ഹെഡ് ഓഫ് കൺസ്ട്രക്ഷനായിട്ട് വർക്ക് ചെയ്തു. അത് 1 കൊല്ലമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു തിരിച്ചു വന്നു. ഇപ്പം ചില എൻട്രൻസ് കോച്ചിങ് ഫാമിലി ഭാര്യയും 2 മക്കളും, 2 പെൺകുട്ടികൾ. മൂത്തവളെ MBA കഴിഞ്ഞ് കല്യാണം കഴിച്ചു. രണ്ടാമത്തെ കുട്ടി MBBS. ഞാൻ രാമേന്ദ്രൻ, 75 ബാച്ച് സിവിലായിരുന്നു. എനിക്ക് എൻ്റെ PWD നിന്നാണ് റിട്ടയർ ചെയ്ത്. ഭാര്യ ഡോക്ടറാണ്. 2 ആൺകുട്ടികൾ. മൂത്ത മകൻ MBBS കഴിഞ്ഞു. രണ്ടാമത്തെ മകൻ MBBS പഠിക്കുന്നു. എൻ്റെ പേര് നാരായണൻ. വാട്ടർ അതോറിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തത്. 2012
എൻ്റെ പേര് വിജയൻ. ഞാൻ 1975-78 സിവിൽ എഞ്ചിനീയറിംഗ് ബാച്ചിൽ പഠിച്ചതാണ്. എനിക്ക് ആദ്യമായി ജോലി കിട്ടിയത് ലക്ഷദ്വീപ് ഇടപെടലിൽ ജൂനിയർ എഞ്ചിനീയറായിരുന്നു. ഒരു വർഷം അവിടെ ജോലി ചെയ്ത് ഞാൻ അവിടെ നിന്ന് രാജിവെച്ച് പ്രൈവറ്റ് ഫേമിൽ വന്ന് രണ്ടാമത് ഇവിടെ PSC എഴുതി 82 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ശ്രീകുളമിന് 83 PWD ജോയിൻ ചെയ്തു. 2013 മെയ് PWD നിന്ന് ഹൈസിൻ എഞ്ചിനീയറായി റിട്ടയർ ചെയ്തു. ഇപ്പോൾ IIM-ൽ ഹൈസിൻ എഞ്ചിനീയറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 കുട്ടികളാണ് പഠിച്ചിരിക്കുന്നു. ഞാൻ രാമകൃഷ്ണൻ 75-78 ബാച്ചിലാണ്. ഇവിടെ കേരള സംസ്ഥാനത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. 2012 LSTD എഞ്ചിനീയറിംഗ് മാക്സി ലെവലിൽ റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് തന്നെ സെറ്റിൽഡാണ്. 2 കുട്ടികളുണ്ട്. നന്നായിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വന്ദനം. ഞാൻ കുഞ്ഞുപിള്ളേർക്ക് 75-78 സിവിൽ ബാച്ചിലാണ് പഠിച്ചത്. 82 മുതൽ PWD 30 വർഷത്തെ സർവീസ് കഴിഞ്ഞതിന് ശേഷം റിട്ടയർ ചെയ്തു. 3 മക്കളുണ്ട്. 2 പെൺകുട്ടികളാണ്. അവരെ ആൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ഞാൻ ജോൺസൺ കെ കുര്യാക്കോസ്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരണം. 1974-77 ബാച്ച് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു എക്സാമിട്ട് ഫിഷിംഗ് എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞിട്ട് 86-ൽ UPSC സെലക്ഷൻ കിട്ടിയിട്ട് ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യയിൽ വിഭജനമായിട്ട് വർക്ക് ചെയ്തു. 2016 ജൂലൈയിൽ റിട്ടയർ ചെയ്തു. 2 പെൺകുട്ടികളുണ്ട്. മൂത്തയാൾ ആയുർവേദ ഡോക്ടർ, രണ്ടാമത്തെ ആൾ M.Tech ഇലക്ട്രോണിക്സ്. 2 പേർക്ക് തൽക്കാലം വർക്ക് ചെയ്യുന്നില്ല. എല്ലാ കുട്ടികളും കുഞ്ഞു കുട്ടികളൊക്കെ ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് നടക്കുന്നു. എൻ്റെ പേര് അശോകൻ. 77 മെക്കാനിക്കൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് കളിക്കുകയും ചെയ്യായിരുന്നു. പിന്നീട് കായിക അധ്യാപകരുടെ ട്രെയിനിങ് കഴിഞ്ഞു. ഹൈസ്കൂളിൽ കായിക അധ്യാപകനായി ജോലി ചെയ്യും. 2008 തിരികെയും ചെയ്തു. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത മകൻ വേറെ വർക്ക് ചെയ്യുന്നു. ഒരു കുട്ടി പെൺകുട്ടിയാണ്. ഫാമിലി ഫൈനൽ ഇയർ ആണ്. കഴിഞ്ഞ നവംബറിൽ മാരേജും കഴിഞ്ഞു. VP. 78 സിവിൽ എഞ്ചിനീയറിംഗ് ബാച്ചാണ്. ശ്രീലമണിയാട്ടത്തിൽ ജോലി ചെയ്തു. അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. 2 കുട്ടികളാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം 77 സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായതാണ്. PWD ജോയിൻ ചെയ്തു. 2015 അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തു. 3 കുട്ടികളുണ്ട്. മൂത്ത കുട്ടിയുടെ മാരേജ് കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ M.Tech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ട്. അതിന് താഴെ പെൺകുട്ടിയുടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് KV പീറ്റർ. ഞാൻ 75-78 സിവിൽ ഡിപ്ലോമയാണ്. 80-ൽ സെൻട്രൽ PWD ജൂനിയർ എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു ഹൈദരാബാദിൽ. 83-ൽ AMI പാസ്സായി. 2001-ൽ MBA പാസ്സായി. 36 വർഷത്തെ സർവീസിന് ശേഷം 2016-ൽ സെൻട്രൽ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തു. എറണാകുളത്താണ്. എൻ്റെ പേര് രാജഗോപാൽ. ഒരിക്കൽ കൂടി എല്ലാ ഗുരുനാഥന്മാർക്കും ഞങ്ങളുടെ വന്ദനം. ഞാൻ 1977 ഇലക്ട്രിക്കൽ ബാച്ചിൽ പാസ്സായതാണ്. എൻ്റെ ജന്മസ്ഥലം ഒറ്റപ്പാലത്തിനടുത്ത് ചെർപ്പളശ്ശേരി. ഇവിടുന്ന് 77 പാസ്സായതിനു ശേഷം ചുരുക്കം ചില ഫ്രണ്ട്സിൻ്റെ കൂടെ കൃഷ്ണദാസ്, ജെയിനു എന്നിവരോടുകൂടി ബോംബെയിൽ പോയി. അവിടെ പല ചെറിയ ചെറിയ കമ്പനികളിൽ ആദ്യം ജോലി ചെയ്ത് പിന്നെ ഇംഗ്ലീഷ് ഇലക്ട്രിക് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഒരു 1992 വരെ ജോലി ചെയ്ത് ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഗൾഫിലേക്ക് പോകാനൊരു അവസരം കിട്ടി. അന്ന് മുതൽ ഇന്ന് വരെ അവിടെ പല കമ്പനികളിലായി ജോലി ചെയ്ത് കുടുംബം എൻ്റെ ഭാര്യയും 2 പെൺകുട്ടികളുമാണ്. മൂത്ത മകൾ ഡെന്റിസ്റ്റ്, രണ്ടാമത്തവൾ സ്റ്റൈലിസ്റ്റ്. അപ്പം നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാവരും ഈ സ്ഥിതിയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. അതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി. ആദ്യം തന്നെ പറഞ്ഞ മാതിരി ഞാൻ കൃഷ്ണദാസ്. എൻ്റെ നാട് നിലമ്പൂരാണ്. ഞാൻ അവിടെ മലപ്പുറത്ത് നിന്ന് ഒരാളെ വന്നിട്ടുള്ളൂ തോന്നുന്നു. ഓക്കെ, വേറെ ആളുകളുണ്ട്. ഞാനും രാജു പറഞ്ഞ മാതിരി
സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ തന്നെ ഇവിടുന്ന് വണ്ടി കയറിയതാണ് ബോംബെക്ക്. അവിടെ പല ചെറിയ കമ്പനികളും വർക്ക് ചെയ്ത് അവിടെ പിന്നെ ഒരു ഗർവാളി പോളിയസ്റ്റർ എന്നൊരു കമ്പനിയിൽ സെയിൽസ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു. വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് റിട്ടയർ ചെയ്തല്ല, ഒരു 40 വയസ്സായപ്പോൾ പണി മതിയാക്കി സ്വന്തമായിട്ടൊരു ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങി. ഇപ്പോൾ ഒരു എക്സ്പോർട്ട് കമ്പനി നടത്തുന്നു ബോംബെയിൽ തന്നെ. ഭാര്യ LICയിൽ വർക്ക് ചെയ്യുന്നു. എനിക്കൊരു മോനാണ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ബോംബെ തന്നെ. 4-5 കൊല്ലം പുറത്ത് വർക്ക് ചെയ്തതിനു ശേഷം ഇപ്പോൾ എൻ്റെ ദുബായ് ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അഗൈൻ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ വന്ന് ചേർന്നതിലും ഞങ്ങൾക്കൊക്കെ അനുഗ്രഹം തന്നതിലും വളരെയധികം നന്ദി. ഇനിയും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഞാനെങ്ങനെ ഉണ്ടോ ഇല്ല? ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഡോക്ടർ സോമനാണ്. പക്ഷെ അവൻ ഡോക്ടറാണെന്ന് വിളിക്കരുത്, ആ സോമാണ് വിളിക്കണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ എല്ലാം സോമൻ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നു. അതോടുകൂടി ഒഫീഷ്യലായിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. താങ്ക് യു. എൻ്റെ പ്രിയമുള്ള ഗുരുക്കന്മാരെ, സ്നേഹമുള്ള സഹപാഠികളെ, നന്ദി പറയുവാനായിട്ട് വാക്കുകളില്ല. ഇതൊരു ചരിത്ര നിമിഷമാണ്. അസുലഭമായിട്ടുള്ള ഈ സന്ദർഭത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാസങ്ങളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണയിച്ച വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് പോളിടെക്നിക്. ഞാൻ സ്കൂൾ കഴിഞ്ഞ് 3 വിദ്യാലയങ്ങൾ പഠിച്ചിട്ടുണ്ട്. ITയിലും പോളിടെക്നിക്കിലും എഞ്ചിനീയറിംഗ് കോളേജിലും പഠിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ റോൾ മോഡൽസ് ഉള്ളത് ഞാൻ പഠിച്ച സ്കൂളിലും കോഴിക്കോട് പോളിടെക്നിക്കിലുമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ അധ്യാപകരാണ് എൻ്റെ റോൾ മോഡൽസ്. ഞാൻ സിവിൽ രാധാകൃഷ്ണൻ സാറിനെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തോട് അദ്ദേഹം ക്ലാസ്സിലെടുത്ത ഒരു വാചകം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഞാനതുകൊണ്ട് ആവർത്തിക്കുന്നില്ല, എങ്കിലും ഞാൻ ആ വാചകം, ആ സെന്റൻസ് ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞത് മലയാളത്തിൽ എൻ്റെ പല രചനകളിൽ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ അധ്യാപകരും, നായിക് സാറാണെങ്കിലും RC ജോർജ് സാറൊക്കെയാണ് എൻ്റെ റോൾ മോഡലാണ്. RC ജോർജ് സാർ ഡ്രസ് കോഡിലും എനിക്കെന്നും ക്യാപ്റ്റനാണ് അദ്ദേഹം. ക്യാപ്റ്റനാണ് RC ജോർജ് സാറിനെ മനസ്സിലോർക്കുക. അങ്ങനെ എല്ലാവരും. രാഘവൻ നായർ സാറിനെ എനിക്ക് സത്യത്തിൽ ഭയമായിരുന്നു. കാരണം പ്രിൻസിപ്പളിനെ ഞങ്ങൾക്ക് ഭയമാണ്. കാണാൻ കിട്ടാത്ത, സംസാരിക്കാൻ കിട്ടാത്ത ആളാണല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എനിക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹമായിട്ട് ഫോൺ എനിക്ക് പേടിയായിട്ട് വിളിക്കാൻ, എങ്കിലും ഞാൻ ധൈര്യം സംഭരിച്ച് ഞാൻ വിളിച്ചു. വരാമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമായി. ഇവിടെ വന്ന് അദ്ദേഹം സംസാരിച്ച് കേട്ടപ്പോൾ ആ മനസ്സിൽ എത്രമാത്രം ആ സത്യം കിടന്ന് നീറിപ്പോയെന്നുണ്ടായിരുന്നു. അത് നമ്മുടെ മുമ്പിൽ അത് പറയുവാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു അദ്ദേഹം. സത്യത്തിൽ അത് വളരെ ഞെട്ടലോടു കൂടിയാണ് അത് കേട്ടത്. കാരണം ജെയിനുവിൻ്റെ വിഷമങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ജെയിനു സാറുമായിട്ട് ബോംബെ വിമാനത്താവളത്തിൽ വെച്ച് കണ്ട സംഭവമൊക്കെ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. സാറിപ്പോൾ ഇവിടെ പറഞ്ഞ സത്യം ഇവിടെ ഞങ്ങൾക്ക് പലർക്കും അറിയില്ലായിരുന്നു. പലരും പല രീതിയിൽ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ആ സത്യം ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടു. നമുക്ക് അതെല്ലാം മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർ ഓരോരുത്തരും അവരവരുടെ നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളുടെ പ്രയോഗങ്ങളൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളതെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം വീണ്ടും ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾ ഇവിടെ കിട്ടാവുന്ന 74 ഈ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, സാധാരണ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക ക്ലാസ് തിരിച്ച്, ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് ഒക്കെയാണ്. ക്ലാസ്മേറ്റ് സിനിമ വന്നതിന് ശേഷമാണ് കേരളത്തിലെ സംസ്കാരം ഈ ക്ലാസ്മേറ്റ് എന്നുള്ള രീതിയിലാണ് സംഘടിപ്പിക്കാറുള്ളത്. അപ്പം ഞങ്ങൾ കൃഷ്ണദാസും ഒക്കെ ആലോചിച്ച് ചെയ്തത് 74-77 കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ച മുഴുവൻ ആളുകളും ആ കാലഘട്ടത്തിൽ കിട്ടാവുന്ന അധ്യാപകരെ സംഘടിപ്പിക്കുക എന്നൊരു ശ്രമം നടത്തിയിരുന്നു. അത് ഒരു പരിധി വരെ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പരമാവധി അധ്യാപകരെ ബന്ധപ്പെടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചതിൽ ഞങ്ങൾക്ക് കിട്ടാതെ വന്ന ഒരു മാന്യ അധ്യാപകൻ മുരളി സാറാണ് ഇലക്ട്രിക്കലിലെ. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ആ നമ്പർ കിട്ടാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ആ നമ്പറും
ഇന്ന് എനിക്ക് കിട്ടും. മാധവൻ സാറിൻ്റെ നമ്പർ ഉണ്ടോ എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പരമാവധി ആളുകളെ ഞങ്ങൾ സംഘടിപ്പിച്ച് നിങ്ങളെല്ലാവരെയും കാണുവാനും വീണ്ടും ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുവാനും ഒക്കെ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനായിട്ട് ഇവിടെ വന്ന് പല രീതിയിലാണ് നമുക്ക് കോഴിക്കോട് നല്ല പോഷായിട്ടുള്ള നല്ലൊരു ഹോട്ടലിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി നല്ലൊരു ഭക്ഷണം കൊടുത്ത് അങ്ങനെ നടത്തിയാലൊന്ന് ആലോചിച്ചു. അപ്പം ഞങ്ങൾ കൂടുതലും തന്നെ നിർദ്ദേശം വന്നത് ഈ വിദ്യാലയത്തിൽ തന്നെ നടത്തണമെന്നാണ്. ഈ വിദ്യാലയ അന്തരീക്ഷം കാണാനൊക്കെയുള്ള സൗകര്യമൊക്കെ ലഭിക്കും. ആ നെസ്റ്റാൾജിയൊക്കെ ഒന്ന് ഫീൽ ചെയ്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന പ്രിൻസിപ്പൾ ആരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് അധ്യാപകരെ എനിക്കറിയാവുന്ന അധ്യാപകർ ഫ്രാൻസിസ്, ഇവിടുത്തെ കെമിക്കലിന്റെ ഹെഡ് എൻ്റെ ഹസ്ബൻഡാണ് ഫ്രാൻസിസ്. ഫ്രാൻസിനെ വിളിച്ചു. ഫ്രാൻസിനെ എനിക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്. എന്തെങ്കിലും സാറിന് ഞാൻ ഇപ്പോൾ നമ്പർ തരാം, മുരളി സാറിന്റെ നമ്പർ തരാം, രാജീവൻ സാറിന്റെ നമ്പർ തന്നു. രാജീവൻ സാറിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, രാജീവൻ സാറിനോട് പറഞ്ഞു എനിക്ക് സാറിനെ അറിയാമോ? അപ്പോൾ അദ്ദേഹം എൻ്റെ ക്ലാസ് ഏതോ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് പോലും. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് വന്ന് കാണാം. അതിനുവേണ്ടി വരേണ്ട കാര്യമില്ല നിങ്ങൾ. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ വന്ന് കാണുമെന്ന് പോലും വന്ന് കണ്ടു. അദ്ദേഹം എല്ലാവിധ സഹകരണ സപ്പോർട്ടും എല്ലാവിധ സൗകര്യവും ചെയ്തു തരാമെന്ന് ഓഫർ ചെയ്തു. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചില പരിപാടി വിദേശത്ത് പോകേണ്ട ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വരാതിരുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഇവിടെ പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നന്ദി പറയുക